Alhamdulillahi Rabbil Alameen. Nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi. Wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil falan tajida lahu waliyyan murshida. Ashhadu an la ilaha illallah wahdahu la sharika lahu. خصنا بخير كتاب أنزل وأكرمنا بخير نبي أرسل وأتم علينا النعمة بأعظم دين شرع وجعلنا بهذا الدين خير أمة أخرجت للناس نأمر بالمعروف وننهى عن المنكر ونؤمن بالله وأشهد أن سيدنا وحبيبنا وأسوتنا وقدوتنا محمدا عبد الله ورسوله بلغ الرسالة وأدى الأمانة ونصح للأمة وكشف الغمة وجاهد في سبيل الله حق جهاده أرسله الله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا عباد الله أوصيكم وإياي بتقوى الله ألا إن التقوى أولى ما أمر به الله المؤمنين قال الله سبحانه وتعالى في محكم تنزيله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ പരിഗണിക്കുകയും പാലിക്കുകയും ചെയ്യണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഒന്നാമതായി വസിയ്യത്ത് ചെയ്യുകയാണ്. മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് വളരെ വിദൂരദേശത്തുള്ള മസ്ജിദുൽ അഖ്സയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ അത്ഭുതകരവും അസാധാരണവുമായ യാത്രയാണ് അൽ ഇസ്രാ അഥവാ രാപ്രയാണം, രാത്രിപ്രയാണം, രാത്രിയാത്ര എന്നൊക്കെ അറിയപ്പെടുന്നത്. ഈ യാത്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം തീരുമാനിച്ച് നടത്തിയ ഒരു യാത്രയല്ല. ഈ യാത്ര അല്ലാഹു നടത്തിച്ചതാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ. അസ്റ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചത്. ആദ്യത്തെ ഈ രണ്ട് പദപ്രയോഗങ്ങളിലും സുബ്ഹാനല്ലാഹ്, അസ്റ, ഈ രണ്ട് പദപ്രയോഗങ്ങൾക്കും വളരെ സവിശേഷമായ പ്രാധാന്യമുണ്ട്. ഇത് അസാധാരണമായ ഒരു യാത്രയാണ്, അത്ഭുതകരമായ ഒരു യാത്രയാണ്. ഈ യാത്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം തീരുമാനിച്ച് നടത്തിയതല്ല, അല്ലാഹു തൻ്റെ അടിമയെക്കൊണ്ട് നടത്തിച്ചതാണ്. മൂന്നാമത്തെ കാര്യം, മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ. മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കാണ് ഈ അസാധാരണമായ യാത്ര നടത്തിച്ചത്. ഇത് ഏത് വർഷത്തിലാണ്, ഏത് മാസത്തിലാണ്, ഏത് ദിവസത്തിലാണ് ഈ യാത്ര നടന്നത് എന്ന് നമുക്ക് കൃത്യമായി പറയാവുന്ന തെളിവുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ റജബ് 27
ഇസ്രാ മിഅ്റാജിൻ്റെ പശ്ചാത്തലത്തിൽ പ്രത്യേക നോമ്പോ പ്രത്യേക നമസ്കാരമോ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അള്ളാഹു പഠിപ്പിച്ചിട്ടില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. ഇസ്രാഇൻ്റെ മിഅ്റാജിൻ്റെയൊക്കെ പാഠങ്ങൾ പലപ്പോഴും നമ്മൾ പറയുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ സാഹചര്യത്തിൽ ഇസ്രാ യാത്രയുടെ ഒരൊറ്റ പ്രധാനപ്പെട്ട പാഠം മാത്രമാണ് ഞാൻ ഓർമ്മപ്പെടുത്തണം എന്നാഗ്രഹിക്കുന്നത്. അത് മസ്ജിദുൽ ഹറാമും മസ്ജിദുൽ അഖ്സയും തമ്മിലുള്ള ബന്ധം, അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ ചരിത്രപരവും രാഷ്ട്രീയവുമായ പ്രസക്തിയുമാണ്. ഇസ്രാഇൻ്റെ പാഠം പ്രധാനപ്പെട്ട ഈ രണ്ട് പള്ളികളാണ്. ഈ രണ്ട് പള്ളികൾ തമ്മിലുള്ള കണക്ഷനാണ്, ഈ രണ്ട് പള്ളികൾ തമ്മിലുള്ള ബന്ധമാണ്. വിദൂരദേശത്തുള്ള പള്ളി അൽ മസ്ജിദുൽ അഖ്സ എന്നാണ് ആ പള്ളിയെ വിശേഷിപ്പിക്കുന്നത്. പക്ഷേ ഈ രണ്ട് പള്ളികൾ തമ്മിലുള്ള ദൂരം കുറക്കുകയാണ് ഈ യാത്രയിലൂടെ സംഭവിച്ചിരിക്കുന്നത്. തലസ്ഥാനം ഫലസ്തീനിൽ നിന്ന് മക്കയിലേക്ക് മാറാൻ പോകുന്നു എന്നതിൻ്റെ കൂടി സൂചനയായിരുന്നു ഈ യാത്ര. അതുവരെ ഇസ്ലാമിൻ്റെ കേന്ദ്രം ഫലസ്തീനായിരുന്നു, മസ്ജിദുൽ അഖ്സയായിരുന്നു. ഇനി ആ കേന്ദ്രം, ആ ഖിബ്ല മാറി മസ്ജിദുൽ ഹറാമാവാൻ പോവുകയാണ് എന്ന് പ്രഖ്യാപിക്കുക കൂടിയാണ് ഈ യാത്രയിലൂടെ. സഹോദരന്മാരെ, ഇതൊരു മടക്കയാത്രയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് ഇസ്മായിൽ നബി അലൈഹിസ്സലാം നടത്തിയ ഒരു യാത്രയുടെ തിരിച്ചുള്ള യാത്ര. ഇസ്മായിൽ അലൈഹിസ്സലാം ഭൂജാതനാകുന്നത് ഫലസ്തീനിലാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഹാജറിനെയും ഇസ്മായിലിനെയും കൊണ്ട് ഫലസ്തീനിൽ നിന്ന് മക്കയിലേക്ക് വരികയാണ്. പിന്നെ അവിടെയാണ് അവരെ താമസിപ്പിക്കുന്നത്. ഏതാണ്ട് 2500 വർഷങ്ങൾക്ക് ഇപ്പുറം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് ഫലസ്തീനിലേക്ക് തിരിച്ച് യാത്ര ചെയ്യുകയാണ്. ഇത് ഹിജ്റയുടെ മുന്നോടിയായി സൂറത്തുൽ ഇസ്രായിൽ തന്നെ, അൽ ഇസ്രാ എന്ന് പറഞ്ഞൊരു സൂറത്തുണ്ടല്ലോ, ആ സൂറത്തുൽ ഇസ്രായിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നത് ഈ ഇസ്രാ മിഅ്റാജ് യാത്രയ്ക്ക് ശേഷമാണ് എന്ന് തഫ്സീറുകളിൽ കാണാം. വഖുർ റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖ് വജ്അൽ ലീ മിൻ ലദുൻക സുൽത്താനൻ നസീറ. ഞാൻ എവിടെ നിന്ന് പുറപ്പെട്ടാലും സത്യത്തിൻ്റെ മാർഗത്തിലായിരിക്കണം, എങ്ങോട്ട് പ്രവേശിച്ചാലും സത്യത്തിൻ്റെ മാർഗത്തിലായിരിക്കണം. എൻ്റെ ഈ ദൗത്യം വിജയിപ്പിക്കാൻ ആവശ്യമായ ഒരു അധികാരം നീ എനിക്ക് നൽകണമേ. തൊട്ടടുത്ത ആയത്ത് സൂറത്തുൽ ഇസ്രാ 81-ാമത്തെ ആയത്ത്. വഖുൽ, നീ പ്രഖ്യാപിക്കുക, ജാഅൽ ഹഖ് വസഹഖൽ ബാത്തിൽ, സത്യമിതാ വന്നിരിക്കുന്നു, പുലർന്നിരിക്കുന്നു, അസത്യമിതാ തകർന്ന് തരിപ്പണമായിരിക്കുന്നു. ഇന്നൽ ബാത്തില കാന സഹൂഖ, തീർച്ചയായും മിഥ്യ, അസത്യം തകരാനുള്ളത് തന്നെയാണ്. ഇത് പ്രഖ്യാപിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നത്. അപ്പോൾ സഹോദരന്മാരെ, രണ്ട് ഖിബ്ലകൾ, മസ്ജിദുൽ അഖ്സ, മസ്ജിദുൽ ഹറാം. മദീനയിലെത്തിയതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുന്നതിന് പകരം മസ്ജിദുൽ ഹറാമിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ചില ആളുകൾ ചോദിച്ചു, ഇവർക്കിതെന്ത് പറ്റി? ഇത്ര കാലവും മസ്ജിദുൽ അഖ്സയുടെ നേരെ തിരിഞ്ഞ് നമസ്കരിക്കുന്നു, ഇപ്പോൾ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തിരിഞ്ഞ് നമസ്കരിക്കുന്നു. ഇവർക്കിതെന്താണ് പറ്റിയത്? അങ്ങനെ ചോദിച്ചവരെ അള്ളാഹു വിഡ്ഢികൾ എന്നാണ് വിളിച്ചത്, പൊട്ടന്മാർ, ഫൂൾസ്. സൂറത്തുൽ ബഖറ
142 ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, സയഖൂലു സുഫഹാ, അന്തമില്ലാത്ത ആളുകൾ, അന്തം കെട്ട ആളുകൾ അവർ ചോദിക്കുന്നു, സയഖൂലു സുഫഹാഇ മിനന്നാസി മാ വല്ലാഹും അൻ ഖിബ്ലതിഹിം അല്ലതി കാനൂ അലൈഹാ. ഇവർ ഇത്ര കാലവും ഉണ്ടായിരുന്ന ഈ ഖിബല പെട്ടെന്ന് മാറാൻ എന്താണ് കാരണമെന്ന് അന്തം കെട്ടവർ ചോദിക്കുന്നു. അവർക്ക് ഇതിൻ്റെ പ്രാധാന്യം അറിഞ്ഞിട്ടില്ല. അവർക്ക് പറ്റിപ്പോയ അബദ്ധങ്ങൾ അവർ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നാണ് ഈ ചോദ്യത്തിലൂടെ അവർ വ്യക്തമാക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ, ആകാശലോകത്തേക്ക് പ്രതീക്ഷയോടുകൂടിയുള്ള നീ നോക്കുന്ന നോട്ടം അല്ലാഹു കണ്ടിട്ടുണ്ട്. ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർളാഹാ, തീർച്ചയായും നീ ആഗ്രഹിക്കുന്ന ആ ഖിബിലയിലേക്ക് ഞാൻ നിന്നെ തിരിക്കുക തന്നെ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടില്ല വിശുദ്ധ കഅബയായിരിക്കണേ ഞങ്ങളുടെ ഖിബില എന്ന്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗ്രഹം അല്ലാഹു കണ്ടറിഞ്ഞുകൊണ്ട് പറയുകയാണ്, ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർളാഹാ. അല്ലാഹു അത് കണ്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. നീ ഇഷ്ടപ്പെടുന്ന ഖിബിലയിലേക്ക് നിന്നെ ഞാൻ തിരിപ്പിക്കും. ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം, ഇനി നിങ്ങളുടെ ഖിബ്ല മസ്ജിദുൽ ഹറാം ആകട്ടെ. വഹൈസുമാ കുൻതും ഫവല്ലു വുജൂഹകും ശത്റ, നിങ്ങൾ എവിടെയായിരുന്നാലും ഇനി തിരിയേണ്ടത്, തിരിഞ്ഞ് നമസ്കരിക്കേണ്ടത് മസ്ജിദുൽ അഖ്സയിലേക്കല്ല, മസ്ജിദുൽ ഹറാമിലേക്കാണ്. പക്ഷേ ഇതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം അവർക്ക് പിടികിട്ടാത്തത് കൊണ്ട് സയഖൂലു സുഫഹാഉ മിനന്നാസി മാ വല്ലാഹും അൻ ഖിബ്ലതിഹിം അല്ലതി കാനൂ അലൈഹാ. അവർ ചോദിച്ചു, ഇവർക്കിതെന്താ പറ്റിയത്? ആ ചോദിച്ച ആളുകൾക്ക് വിവരമില്ല, അന്തമില്ല, വിവേകമില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. ഇത് അനുഗ്രഹീത നാട്ടിലേക്കുള്ള ഒരു അസാധാരണവും അത്ഭുതകരവുമായ യാത്രയാണ്. ഏതാണ് ഈ അനുഗ്രഹീത നാട്? അത് അള്ളാഹു അൽ അർളുൽ മുഖദ്ദസ എന്ന് വിളിച്ച ഫലസ്തീനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല യാ ഖൗമി ദുഖുലുൽ അർളൽ മുഖദ്ദസത അല്ലതി കതബല്ലാഹു ലക്കും എന്ന് മൂസാ നബി ബനൂ ഇസ്രായേലിയരോട് പറഞ്ഞതായി ഖുർആനിൽ പറയുന്നുണ്ട്. ഈ വിശുദ്ധമായ ഭൂമിയിലേക്ക്, അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ള ഈ വിശുദ്ധമായ ഭൂമിയിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക. പക്ഷെ അവർ പ്രവേശിച്ചിട്ടില്ല എന്നത് വേറെ കാര്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ച നാടാണ് ഫലസ്തീൻ എന്ന് പറയുന്നത്. ബാറക്നാ ഹൗലഹു എന്നാണ് സൂറത്തുൽ ഇസ്രായിന്റെ ആദ്യത്തെ ഭാഗത്തും അള്ളാഹു പറയുന്നത്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു. ആ മസ്ജിദുൽ അഖ്സ സ്ഥിതി ചെയ്യുന്ന പ്രദേശം ബാറക്നാ ഹൗലഹു, അത് അൽ അർളുൽ മുഖദ്ദസയാണ്, അൽ അർളുൽ മുബാറക്കയാണ്, അനുഗ്രഹീതവും പവിത്രവും പരിശുദ്ധവുമായ നാടാണ്. ആ നാട്ടിലേക്ക്, ആ പരിശുദ്ധമായ നാട്ടിലേക്ക്, പാലും തേനും ഒഴുകുന്ന നാട് എന്ന് ബൈബിൾ വിശേഷിപ്പിച്ച നാട്ടിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് ആ രാത്രിയിൽ ഒരു അസാധാരണമായ യാത്ര നടത്തിപ്പിക്കുന്നത്. പക്ഷെ ആ നാടിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണ് എന്ന് പരിശോധിച്ച് നോക്കുക. ആ നാട് ഇങ്ങനെ കുട്ടിച്ചോറാക്കിയതാരാണ്? ഇസ്രായിൻ്റെയും മെഅറാജിൻ്റെയും ഭൂമിക്ക് വേണ്ടി ആരാണിന്ന് പോരാടിക്കൊണ്ടിരിക്കുന്നത്? ഫിലസ്തീനിലെ ധീര മുജാഹിദുകൾ. ഇപ്പോൾ ഗസയിൽ വെടിയൊച്ച താൽക്കാലികമായി നിലച്ചിരിക്കുകയാണ്. അതെത്ര കാലം നീണ്ടു നിൽക്കുമെന്നറിയില്ല. കാരണം കരാറുകൾ ലംഘിച്ച ചരിത്രമാണ് ഇസ്രായേലിനുള്ളത്. അതുകൊണ്ട് ഈ കരാർ എത്രമാത്രം നിലനിൽക്കുമെന്ന് നമുക്ക് പറയുക വയ്യ. ചതിയന്മാരായ ഇസ്രായേലികൾ അവർ ചതിച്ച ചരിത്രം മാത്രമേ നമുക്ക് ചരിത്രത്തിലുടനീളം കാണാൻ കഴിയുകയുള്ളൂ. പക്ഷെ ഒരു കാര്യം എല്ലാവരും ഇന്ന് തലകുലുക്കി സമ്മതിച്ചിരിക്കുന്നു: ലോകത്തെ വൻ ശക്തി ഒരു ചെറിയ ജനതയുടെ മുമ്പിൽ തോറ്റിരിക്കുന്നു.
ഗസ്സ എന്ന് പറയുന്ന ആ ചെറിയ പ്രദേശത്തിന് മുമ്പിൽ അവർ തോറ്റമ്പിയിരിക്കുന്നു. ജാലൂത്തിനെ നേരിട്ട ഒരു കൊച്ചു സംഘത്തെ അള്ളാഹു അടയാളപ്പെടുത്തുന്നുണ്ട്. ചരിത്രത്തിൽ നിന്ന് ആ സംഭവം പറിച്ചെടുത്ത് അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. കം മിൻ ഫിഅത്തിൻ ഖലീലത്തിൻ ഗലബത് ഫിഅതൻ കസീറതൻ ബിഇദ്നില്ലാഹ്. എത്രയെത്ര കൊച്ചു സംഘങ്ങളാണ് ചരിത്രത്തിൽ വലിയ ഭീമാകാരങ്ങളായ ആയുധം കൊണ്ടും ആൾബലം കൊണ്ടും വലിയ ശക്തിയുള്ളവരെ തകർത്ത് തരിപ്പണമാക്കിയിട്ടുള്ളത്, അതിജയിച്ചിട്ടുള്ളത്. വല്ലാഹു മഅസ് സ്വാബിരീൻ. അടിയുറച്ചു നിൽക്കുന്നവരുടെ കൂടെയാണ് അല്ലാഹ്. വലമ്മാ ബറസൂ ലിജാലൂത വജുനൂദിഹി. ആ വലിയ ഭീമാകാരനായ ശക്തിയുള്ള ആ ജാലൂത്തിനെതിരെ അവർ പുറപ്പെട്ടപ്പോൾ ഖാലൂ, അവർ പ്രാർത്ഥിച്ചു, റബ്ബന അഫ്രിഗ് അലൈനാ സബ്റൻ. വലിയ ഒരു ശത്രുവിനെയാണ് ഞങ്ങൾ നേരിടാൻ പോകുന്നത്. ആര് കണ്ടാലും പേടിച്ചോടുന്ന ഭീമാകാരനായ ശത്രു. പടച്ചവനെ, നീ ഞങ്ങൾക്ക് കരുത്തു നൽകണമേ, ക്ഷമ നൽകണമേ. വസബ്ബിത് അഖ്ദാമന. ഞങ്ങളുടെ കാലുകളെ, പാദങ്ങളെ പതറാതെ പിടിച്ചു നിർത്തണമേ. വൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ. ഈ ധിക്കാരികളും നിഷേധികളുമായ ആളുകൾക്കെതിരെ നീ ഞങ്ങളെ സഹായിക്കണമേ. ഇതായിരുന്നു അവരുടെ പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ ഫലം എന്തായിരുന്നു? തൊട്ടടുത്ത ആയത്ത് ഫഹസമൂഹും ബിഇദ്നില്ലാഹ് ഫഹസമൂഹും ബിഇദ്നില്ലാഹി വഖതല ദാവൂദു ജാലൂത്ത്. അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായത്താൽ ജാലൂത്തിനെയും സംഘത്തെയും ഈ ഫിലസ്തീനികൾ, ഈ ബനൂ ഇസ്രായേല്യർ നിലംപരിശാക്കി. ഫഹസമൂഹും ബിഇദ്നില്ലാഹ് വഖതല ദാവൂദു ജാലൂത്ത്. ദാവൂദ് ജാലൂത്തിനെ കൊന്നുകളഞ്ഞു. കഴിഞ്ഞു, കഥ കഴിഞ്ഞു. അതാണ് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്ന ചരിത്രം. സഹോദരന്മാരെ, ഫിലസ്തീനികൾ, ഗസ്സയിലെ ധീരന്മാരായ പോരാളികൾ ആധുനിക ജാലൂത്തിനെ കൊന്നിരിക്കുന്നു. വഖതല ദാവൂദു ജാലൂത്ത്. ഇതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ജനങ്ങൾ അത്ഭുതപ്പെടുകയാണ്. ഗസ്സയെ നോക്കി ഗസ്സയിലെ ജനങ്ങളുടെ ധൈര്യത്തെയും അവരുടെ കരുത്തിനെയും നോക്കി ആളുകൾ, ലോക ജനത അത്ഭുതപ്പെടുകയാണ്. ആയിരക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് വരികയാണ്. ഇതെന്തൊരു ജനതയാണ്! എങ്ങനെയാണ് ഇവർ പിടിച്ചു നിൽക്കുന്നത്? അതൊരു കൊച്ചു സ്ഥലമാണ്. ഗസ്സ എന്ന് പറയുന്നത് ഒരു ചെറിയ പ്രദേശമാണ്. 10-20 ലക്ഷം ജനങ്ങൾ താമസിക്കുന്ന ഒരു ചെറിയ പ്രദേശം. പക്ഷേ ലോകത്തിനതൊരു പാഠപുസ്തകവുമായി മാറുകയാണ്. ഇസ്രായേൽ തോറ്റ യുദ്ധമാണിത്. ഡേവിഡ് കെ റീസ് എന്ന് പറയുന്ന എഴുത്തുകാരൻ ദ ടൈംസ് ഓഫ് ഇസ്രായേൽ എന്ന പത്രത്തിൽ എഴുതിയ ലേഖനത്തിൻ്റെ തലക്കെട്ട് എന്താണെന്നറിയോ? ഫോർ ദ ഫസ്റ്റ് ടൈം ഇസ്രായേൽ ജസ്റ്റ് ലോസ്റ്റ് എ വാർ. ആദ്യമായി ഇസ്രായേൽ ഒരു യുദ്ധം തോറ്റിരിക്കുന്നു. ഒരു ജനതയുടെ കരുത്തിനു മുമ്പിൽ, ഒരു ജനതയുടെ വിശ്വാസത്തിനു മുമ്പിൽ ഇസ്രായേൽ എന്ന ലോകത്തെ ഏറ്റവും വലിയ ആയുധശക്തി തോറ്റു തൊപ്പിയിട്ടിരിക്കുന്നു എന്ന് അവർ തന്നെ പറയുകയാണ്. അവർ പ്രഖ്യാപിച്ച ഒരു യുദ്ധലക്ഷ്യങ്ങളും അവർക്ക് നേടാൻ കഴിഞ്ഞില്ല. ഇസ്രായേൽ വലിയ വീമ്പിളക്കിയിരുന്നു. ഞങ്ങൾ വധിച്ചു എന്ന് പറഞ്ഞ അവകാശപ്പെട്ട പോരാളികളുടെ നേതാവ്, അങ്ങനെയാണ്, അവർ പല കള്ളത്തരങ്ങളും പടച്ചുവിടും. അതിൽ ഏറ്റവും വലിയ തെളിവാണ്, ഞങ്ങളിതാ ഈ പോരാളികളുടെ നേതാവിനെ വധിച്ചിരിക്കുന്നു, അയാളുടെ പേര് ഹുസൈൻ ഫയ്യാദിനെ ഞങ്ങൾ വധിച്ചിരിക്കുന്നു എന്നൊക്കെ അവർ പ്രസ്താവന ഇറക്കിയതാണ്. അതേ ഹുസൈൻ ഫയ്യാദ് ഈ തകർന്നടിഞ്ഞ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ വന്നുകൊണ്ട് ജനങ്ങളോട് സംസാരിക്കുകയാണ്. അദ്ദേഹം ആ പറഞ്ഞ വർത്തമാനത്തിടയിൽ എനിക്ക് വല്ലാതെ ആകർഷകമായ തോന്നിയ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അൽ ഖവിയ്യു ഇദാ ലം യന്തസിർ ഫഹുവ മഹ്സൂമുൻ വൽ ലഈഫു ഇദാ ലം യുഹ്സം ഫഹുവ മുൻതസിർ. എന്താ ഒരു വർത്തമാനം! ആയുധശക്തിയുള്ള ശക്തൻ അവൻ പറഞ്ഞതുപോലെ അവന് വിജയിക്കാനായിട്ടില്ലെങ്കിൽ അതിനർത്ഥം അവൻ തോറ്റിരിക്കുന്നു എന്നാണ്.
എന്നാൽ ദുർബലൻ, അശക്തൻ, അവൻ പരാജയപ്പെട്ടിട്ടില്ലെങ്കിൽ അതിനർത്ഥം അവൻ വിജയിച്ചിരിക്കുന്നു എന്നാണ്. ഇതാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. സൂറത്തുൽ അങ്കബൂത്തിന്റെ അവസാന ഭാഗത്തൊരായത്തുണ്ട്. ആ ആയത്ത് സൂറത്ത് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ. എൻ്റെ മാർഗത്തിൽ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, ഇസ്ലാമിൻ്റെ മാർഗത്തിൽ പോരാടുന്ന പോരാളികളെ, വല്ലദീന ജാഹദൂ ഫീനാ, നമ്മുടെ മാർഗത്തിൽ പോരാടുന്ന പോരാളികൾക്ക് ലനഹ്ദിയന്നഹും സുബുലനാ, അവർക്ക് നാം വാതിലുകൾ, വഴികൾ പലതും തുറന്നു കൊടുക്കും. നിങ്ങൾ ആകാശം കൊട്ടിയടച്ചോളൂ, നിങ്ങൾ റോഡുകൾ കൊട്ടിയടച്ചോളൂ, നിങ്ങൾ കരകൾ കൊട്ടിയടച്ചോളൂ, നിങ്ങൾ കടലും കൊട്ടിയടച്ചോളൂ. പക്ഷേ ലനഹ്ദിയന്നഹും സുബുലനാ, പല പല വഴികൾ നാം അവർക്ക് തുറന്നു കൊടുക്കും. നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. എങ്ങനെയാണ് ഈ ഗസയിലെ ജനങ്ങൾ ജീവിക്കുന്നത്? അവർ ഭൂമിക്കടിയിലൂടെ ജീവിക്കാൻ ആവശ്യമായ തുരങ്കങ്ങൾ ഉണ്ടാക്കി. ലനഹ്ദിയന്നഹും സുബുലനാ. എന്നിട്ട് അല്ലാഹു പറയാണ് വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ, കാര്യങ്ങൾ വെടിപ്പായി വൃത്തിയായി ഭംഗിക്ക് ചെയ്യുന്നവരുടെ കൂടെയാണ് അല്ലാഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ജനതയെ ലോകത്തിന് പാഠപുസ്തകമാക്കിയിരിക്കുകയാണ്. അതിനിടയിൽ ചില ആളുകൾ പറയുന്നുണ്ട് ഈ ഗസക്കാരാണ് സകല പ്രശ്നങ്ങൾക്കും കാരണം. മുസ്ലിങ്ങളിൽപ്പെട്ട ചില ആളുകൾ വരെ പറയുകയാണ്. അവരെയാണ് പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്തുകൾ ഓർമ്മപ്പെടുത്തുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തകൂനൂ കല്ലദീന കഫറൂ വഖാലൂ ലിഇഖ്വാനിഹിം ഇദാ ളറബൂ ഫിൽ അർളി ഔ കാനൂ ഗുസ്സാ ലൗ കാനൂ ഇൻദനാ മാ മാതൂ വമാ ഖുതിലൂ. ചില നിഷേധികളായ ആളുകളുണ്ട്. അവരെ പോലെ ചില ആളുകൾ പറയുന്നുണ്ട്, അവരെന്തിനെങ്കിലും ഇറങ്ങിപ്പുറപ്പെട്ടാൽ, യുദ്ധത്തിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടാൽ, എന്നിട്ട് അതിൽ ഷഹീദുകളായാൽ, അവർ രക്തസാക്ഷികളായാൽ, ലൗ കാനൂ ഇൻദനാ മാ മാതൂ വമാ ഖുതിലൂ, അവർ ഞങ്ങളുടെ കൂടെ ആയിരുന്നെങ്കിൽ അവർ കൊല്ലപ്പെടുമായിരുന്നില്ല, അവർ രക്തസാക്ഷികളാകുമായിരുന്നില്ല എന്ന് ചില ആളുകൾ വിരൽ കടിച്ചുകൊണ്ട് പറയും. അല്ലാഹു പറയാണ് ലിയജഅലല്ലാഹു ദാലിക ഹസ്റതൻ ഫീ ഖുലൂബിഹിം, അത് അവരുടെ മനസ്സിലൊരു നോവാത്ത, നീറുന്ന നോവായി, മറക്കാൻ പറ്റാത്ത ഒരു വേദനയായി അള്ളാഹു അവശേഷിപ്പിക്കും. അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ലൗ കാനൂ ഇൻദനാ മാ മാതൂ വമാ ഖുതിലൂ, ഞങ്ങളുടെ കൂടെയായിരുന്നെങ്കിൽ അവരൊരിക്കലും കൊല്ലപ്പെടുമായിരുന്നില്ല, അവർ മരിക്കുമായിരുന്നില്ല. അല്ലാഹു പറയാണ് ഇങ്ങനെ പറയുന്നവർ സത്യവിശ്വാസികളല്ല, സത്യവിശ്വാസികൾ ഒരിക്കലും ഇങ്ങനെ പറയുകയില്ല. 45,000 ആളുകൾ, അതിൽ കുറേ കുട്ടികൾ കൊല്ലപ്പെട്ടില്ലേ എന്നാണ് ചോദിക്കുന്നത്. സത്യവിശ്വാസികൾ ഇങ്ങനെ പറയില്ല. കാരണം രക്തസാക്ഷ്യം ധീരന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാണ്, ഭീരുക്കൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല. യഖൂലൂന, ഈ മുനാഫിക്കുകളായ ആളുകൾ പറയുന്നു, യഖൂലൂന ലൗ കാന ലനാ മിനൽ അംരി ശൈഉം മാ ഖുതിൽനാ ഹാഹുനാ, ഞങ്ങൾക്ക് അധികാരം ഉണ്ടെങ്കിൽ അവരിങ്ങനെ കൊല്ലപ്പെടുമായിരുന്നില്ല എന്ന്. ചില ആളുകൾ ഈ രക്തസാക്ഷികളെ കുറിച്ച് പറഞ്ഞത് രക്തസാക്ഷിത്വം കുതിച്ച് ചാകാനിറങ്ങിയവർ എന്നാണ്. അവർ ബദറിൽ ഷഹീദായ ഉമൈർ ബിൻ അബി വഖാസിനെ കുറിച്ച് എന്ത് പറയും? ആരാണ് ഉമൈർ ബിൻ അബി വഖാസ് എന്നറിയോ? ചെറിയൊരു കുട്ടി, 16 വയസ്സുള്ള കുട്ടി. ബദറിലേക്ക് ആളുകളെ ഇങ്ങനെ റസൂൽ സെലക്ട് ചെയ്യുമ്പോൾ റസൂലിൻ്റെ അടുത്ത് പാത്തും പതുങ്ങി നിൽക്കുകയാണ്. 16 വയസ്സുള്ള ഒരു കുട്ടി, എന്നെയും കൊണ്ടുപോകണം. റസൂൽ പറഞ്ഞു പറ്റില്ല, കുട്ടികളെ കൊണ്ടുപോകില്ല. കരഞ്ഞുകൊണ്ട് തിരിച്ചുപോയ ഉമൈർ ഇബ്നു അബീ വഖാസിനെ അവസാനം ആ കൊച്ചു കുട്ടിയുടെ നിർബന്ധം കാരണം സൈന്യത്തിൽ ചേർക്കുകയാണ്. അങ്ങനെ ആ ഉമൈർ ഇബ്നു അബീ വഖാസ് ബദർ യുദ്ധത്തിൽ പോരാടി ഷഹീദായി. ഈ കുട്ടിയെക്കുറിച്ച് ഇവരെന്താ പറയുക? മുഹമ്മദ് നബി 10-16 വയസ്സുള്ള ഒരു ചെറിയ കുട്ടിയെ കൊലക്ക് കൊടുത്തു എന്നല്ലേ പറയുക. അങ്ങനെയാണ് മുനാഫിക്കുകൾ പറഞ്ഞത്. പറയുക എന്നല്ല, അങ്ങനെയാണ് മുനാഫിക്കുകൾ പറഞ്ഞത്. പക്ഷേ ഇത് നിങ്ങൾ വിചാരിക്കുന്ന ജനുസല്ല സഹോദരന്മാരെ. റളിയല്ലാഹു അൻഹും വറളൂ അൻ, അവർ അള്ളാഹുവിനെ കുറിച്ചും അള്ളാഹു അവരെ കുറിച്ചും തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഉലൈക ഹിസ്ബുല്ലാഹ്,
അത് അള്ളാഹുവിൻ്റെ സംഘമാണ്, അള്ളാഹുവിൻ്റെ പാർട്ടിയാണ്. അലാ ഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ ഗാലിബൂൻ, അലാ ഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ മുഫ്ലിഹൂൻ. അള്ളാഹുവിൻ്റെ സംഘമാണ് വിജയിക്കുന്നവർ. സൂറത്തുൽ മുജാദല 22-ാമത്തെ ആയത്ത്. സൂറത്തു സഫ്. എന്തൊരു പ്രതീക്ഷയാണ് അള്ളാഹു പോരാളികൾക്ക് പകർന്നു നൽകുന്നത്. ഗസയിലെ ആ കുട്ടികളെ കാണുമ്പോൾ, ഗസയിലെ ആ സ്ത്രീകളെ കാണുമ്പോൾ, ഗസയിലെ ആ ധീരരായ പുരുഷന്മാരെ കാണുമ്പോൾ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വേറെ ഒരു കാര്യമുണ്ട്. നസ്റും മിനല്ലാഹി വ ഫത്ഹുൻ ഖരീബ്. അള്ളാഹുവിൻ്റെ സഹായം, സമീപസ്ഥമായ വിജയം. അള്ളാഹു പറയാണ് വബശ്ശിരിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് സന്തോഷ വാർത്ത അറിയിച്ചു കൊള്ളുക. ഈ ഒരൊറ്റ ആയത്ത് മതി ഇസ്ലാമിൻ്റെ പടയാളികൾക്ക്, ഖുദ്സിൻ്റെ പോരാളികൾക്ക് മുന്നോട്ട് പോകാൻ. അതുകൊണ്ട് ഫലസ്തീൻ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ, അവരോട് പറഞ്ഞത് ഒരാഴ്ചക്കുള്ളിൽ ഈ ഗസയെ ഞങ്ങൾ തുടച്ചു നീക്കും, ബന്ധികളെ തിരിച്ചു കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇസ്രായേൽ യുദ്ധം തുടങ്ങിയത്. 15 മാസം കഴിഞ്ഞിട്ടും 450 ദിവസങ്ങൾ എണ്ണിക്കഴിഞ്ഞിട്ടും അവർക്ക് പറഞ്ഞ ഒന്നിലും അവർക്ക് വിജയിക്കാൻ പറ്റിയില്ല. അതാണ് ഇസ്രായേൽ തോറ്റ യുദ്ധം എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആനിൽ യഖൂലു, സൂറത്തുൽ മുനാഫിഖൂൻ എന്ന് പറഞ്ഞിട്ട് ഒരു സൂറത്തുണ്ട്. ആ സൂറത്തിൽ 8-ാമത്തെ ആയത്തിൽ പറയും യഖൂലൂന ലഇൻ റജഅനാ ഇലൽ മദീനതി, ഞങ്ങൾ ആ നഗരത്തിലെത്തിയാൽ ലയുഖ്രിജന്നൽ അഅസ്സു മിൻഹൽ അദൽ, ശക്തിയുള്ളവൻ ശക്തിയില്ലാത്തവനെ തുടച്ചു നീക്കും. ഇതാണ് അവർ പറഞ്ഞത്. വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. എന്നാൽ അറിയണം കേട്ടോ, അള്ളാഹ്ക്കും അള്ളാഹുവിൻ്റെ ദൂതനും സത്യവിശ്വാസികൾക്കുമാണ് ഇസ്സത്ത്. വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ. ഈ കപടവിശ്വാസികൾക്ക് ഒരു വിവരവുമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരന്മാരെ, ഗസയുടെ തെരുവുകളിപ്പോൾ ആഘോഷത്തിൻ്റെ നിറവിലാണ്. അവിടുത്തെ മണ്ണ് ഷഹാദത്തിൻ്റെ സുഗന്ധം പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ മരങ്ങളും ചെടികളും രക്തസാക്ഷികളെക്കുറിച്ച് ഒരായിരം കഥകളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിങ്ങൾക്ക് തകർന്നടിഞ്ഞ വീടുകളും മതിലുകളും ഒക്കെ കാണാം. പക്ഷെ അതിനു മുകളിൽ സന്തോഷം കൊണ്ട് നൃത്തം ചവിട്ടുന്ന കുട്ടികളെ, ആൺകുട്ടികളെയും പെൺകുട്ടികളെയും നിങ്ങൾക്ക് കാണാം. പാട്ടുപാടുന്ന ഉമ്മമാരെ കാണാം. ചോക്ലേറ്റുകൾ മധുരം വിതരണം ചെയ്യുന്ന ഉപ്പമാരെ കാണാം. മുദ്രാവാക്യങ്ങൾ മുഴക്കി ധീരരായി മുന്നോട്ട് നീങ്ങുന്ന യുവാക്കളായ ചെറുപ്പക്കാരെയും ചെറുപ്പക്കാരികളെയും കാണാം. ഗസ നീതിക്കും സ്വാതന്ത്ര്യത്തിനും വേണ്ടി പോരാടുന്നവരുടെ നിത്യപ്രചോദനമാണ്, അഭിമാനമാണ്. ഗസ ഇസ്സത്താണ്. വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലി വലിൽ മുഅ്മിനീൻ വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ. ഒരു പോരാളി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആ പോരാളി പറഞ്ഞത്, ഒരു പോരാളിയാകാൻ എളുപ്പമാണ്, പക്ഷേ ഗസയിലെ ജനങ്ങളെപ്പോലെയാകാൻ പ്രയാസമാണ്. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.